ഡീപ് സ്റ്റേറ്റിന് കീഴിൽ മോദി വിരുദ്ധരും പ്രതിപക്ഷത്തിനുമൊപ്പം ഭയപ്പെടുത്തുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശ രാജ്യം വഴി ഇന്ത്യയിലേക്ക് വരുന്ന അവാർഡുകൾ അജണ്ടയുടെ ഭാഗമോ എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. ഇവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാരിന് തലവേദനയും സൃഷ്ടിക്കുന്നു. സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റ് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന സംഘടന നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ ലഡാക്കിലെ ലേയിൽ കഴിഞ്ഞ ദിവസം 4 പേരുടെ മരണത്തിനിടയാക്കിയ കലാപത്തിന് ചുക്കാൻ പിടിച്ചത് സോനം വാങ്ചുക് ആയിരുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 10 യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക് ഒരു പ്രസംഗം നടത്തി. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇയാൾക്കെതിരെ CBI അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. 2018 സോനം വാങ്ചുക്കിന് റമൻ മാഗ്സസെ അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ഏഷ്യയിലെ ഉന്നത ബഹുമതിയായാണ് ഈ വിദേശ അവാർഡ് കണക്കാക്കുന്നത്. പക്ഷേ ഈ അവാർഡ് നേടിയ വ്യക്തിയുടെ പ്രവർത്തനം രാജ്യത്തെ വിഘടനവാദികൾക്ക് കൂട്ടിക്കൊടുക്കാനുള്ള ശ്രമമാണ് എന്നാണ് വിലയിരുത്തലുകൾ. അതുപോലെ തന്നെയാണ് എഴുത്തുകാർക്ക് നൽകുന്ന ബുക്കർ സമ്മാനവും. അത് ലഭിച്ച 2 എഴുത്തുകാരികളുടെ പേര് പറയാം: അരുന്ധതി റോയും ഭാനു മുഷ്താഖും. അരുന്ധതി റോയ് നടത്തുന്ന ഓരോ പരാമർശങ്ങളും പാകിസ്ഥാനെ വെളുപ്പിക്കുന്ന തരത്തിലുള്ളതും ഒപ്പം മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യത്തെ അവർ വല്ലാതെ അങ്ങ് പുകഴ്ത്തി ഇന്ത്യൻ സൈന്യത്തെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തു. ആ വീഡിയോ വളരെയധികം വൈറലായി പ്രചരിക്കുകയും ചെയ്തു. മറ്റൊരു ബുക്കർ സമ്മാന ജേതാവ് കർണാടകയിൽ നിന്നുള്ള കഥാകൃത്ത് ഭാനു മുഷ്താഖാണ്. ഹിന്ദുക്കളുടെ ഉത്സവമായി കരുതുന്ന മൈസൂർ ദസറ ഉത്സവം ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഇതേ ഭാനു മുഷ്താഖാണ്. ഹിന്ദു ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ മതേതര ഇടമാക്കുകയോ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പല വിലയിരുത്തലുകളും വരുന്നത്. എന്നാൽ ഒരു വിവാദം വേണ്ട എന്ന് കരുതി ഈ എഴുത്തുകാരിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമായിരുന്നില്ലേ എന്ന ചോദ്യവുമുണ്ട്. പക്ഷെ അത് അവർ ചെയ്തില്ല. ഭാനു മുഷ്താഖ് ദസറ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ മൈസൂർ രാജകുടുംബത്തിലെ മുതിർന്ന അംഗമായ പ്രമോദ ദേവി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ വിദേശത്തെ ചില ശക്തികൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഗൂഢ അജണ്ടകൾ അത് നടപ്പാക്കാനാണ് ഈ അവാർഡ് ജേതാക്കളെ കയ്യിലെടുക്കുന്നത് എന്നാണ് സംശയം. ബംഗ്ലാദേശിൽ കലാപത്തിലൂടെ പ്രധാനമന്ത്രി ഷേഖ് ഹസീനെ പുറത്താക്കിയ ശേഷം അവിടുത്തെ ഇടക്കാല സർക്കാരിനെ ചുക്കാൻ പിടിക്കുന്ന മുഹമ്മദ് യൂനുസിന് ലഭിച്ചത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ്. പാവപ്പെട്ടവരെ ചെറിയ വായ്പകൾ നൽകി സഹായിക്കുന്ന ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിൽ കൂടി ദരിദ്രരെ കൂടെ സാമ്പത്തികമായ ഉന്നമനത്തിന് മുഹമ്മദ് യൂനുസ് സഹായിക്കുകയാണെന്നും ആ പ്രവർത്തനം സമൂഹത്തിൽ സമാധാനം സ്ഥാപിച്ചതിന് തുല്യമാണ് എന്ന ഒരു വിലയിരുത്തലിലൂടെയാണ് നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് നൽകിയത്. വാസ്തവത്തിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളുമായി അടുത്ത് ഇടപഴകുന്ന നേതാവാണ് മുഹമ്മദ് യൂനുസ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അരുന്ധതി റോയ് എന്ന ബുക്കർ സമ്മാന ജേതാവായ എഴുത്തുകാരിയുടെ കഴിഞ്ഞ ദിവസം വൈറലായ വീഡിയോയും പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിൽ പറഞ്ഞത് സ്വന്തം ജനതയെ കൊല്ലുന്ന പട്ടാളം ഇന്ത്യയുടേതാണ് എന്നാണ്. അതേസമയം പാകിസ്ഥാൻ പട്ടാളം അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും അരുന്ധതി റോയ് തുറന്നു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സേന പഷ്തൂണിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പേരാണ് കൊല്ലപ്പെട്ടത്. 8ഓളം ലേസർ ഗൈഡഡ് ഗ്ലൈഡിംഗ് ബോംബാണ് പാകിസ്ഥാൻ സേന വർഷിച്ചത്. 100 കിലോഗ്രാം ഭാരമുള്ള ബോംബ് വഹിച്ചുള്ളതാണ് ഈ ലേസർ ഗൈഡഡ് ഗ്ലൈഡിംഗ് ബോംബ്. ലേസറാണ് കൃത്യമായി ബോംബിനെ ലക്ഷ്യത്തിലെത്തിക്കുക. മാത്രമല്ല ഈ ബോംബിനോട് ചേർന്നുള്ള ചിറകുകളുണ്ട്, ഫിന്നുകളുണ്ട്. ഇതൊക്കെ ബോംബിട്ടാൽ നേരെ താഴെ വീഴുന്നതിന് പകരം ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അത്രമാത്രം അപകടകാരിയ ബോംബാണ് പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചത്. സാധാരണ പൗരന്മാർ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത്. സ്ത്രീകളും കൊല്ലപ്പെട്ടു. അതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോഴാണ് അരുന്ധതി റോയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. ഖൈബർ പഖ്തൂൺഖ എന്ന പ്രദേശത്തെ ടിറ താഴ്വരയിലേക്കാണ് ബോംബ് വീണത്. പാകിസ്ഥാനിലെ ടിറ താഴ്വരയിൽ നടത്തിയ ബോംബിങ്ങിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടു. അതാണ് പാകിസ്ഥാൻ നൽകിയ ഔദ്യോഗിക റിപ്പോർട്ട്. പക്ഷേ മരണസംഖ്യ അതിലും അധികമാണെന്ന് പറയുന്നു. ഈ ബോംബാക്രമണത്തിനെതിരെ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങൾ അണിനിരുന്ന 2000 പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനുമെതിരെയാണ് അന്ന് മുദ്രാവാക്യം അവർ മുഴക്കിയത്. തെഹ്രിക് താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളെ വേട്ടയാടാൻ എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ സൈന്യം ബോംബുകൾ വർഷിച്ചത്. ആ ഒരു സംഭവത്തെയാണ് അരുന്ധതി റോയ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അരുന്ധതി റോയെ പോലെയുള്ള എഴുത്തുകാർ വളരെയധികം വാഴ്ത്തുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെയും പാകിസ്ഥാൻ ഭരണത്തെയും. ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ വ്യക്തമായ വിദേശ അജണ്ടകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ. സത്യം എന്നതുപോലെ ഈ എഴുത്തുകാർ ആധികാരികമായി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നുണയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് പാകിസ്ഥാനിൽ നടന്നത്. എന്തായാലും പാകിസ്ഥാൻ സൈന്യം നടത്തിയ ബോംബിങ്ങിന് പിന്നിൽ US ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. പാകിസ്ഥാനും US തമ്മിലുണ്ടായ ഒരു സൗഹൃദത്തിന്റെ ഭാഗമാണ് ഈ ബോംബിംഗ് എന്നാണ് മറ്റൊരു കണക്കുകൂട്ടൽ. പാകിസ്ഥാനിലെ വാരിസ്ഥാൻ, ഖൈബർ പഷ്തൂൺഖ, ബലൂചിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന റെയർ എർത്ത് മൂലകങ്ങളിലാണ് ട്രംപ് കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭീകരവാദം അവസാനിപ്പിച്ച ശേഷം അവിടെ ഖനനം തുടങ്ങാനാണ് അമേരിക്കയുടെ പദ്ധതി. അല്ലാത്ത പക്ഷം ഇത്രയും കർക്കശമായ ഒരു ബോംബിങ്ങിന് പാകിസ്ഥാനിലെ സൈന്യം കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.